പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ FBയിൽ പ്രചരിപ്പിച്ച ചിത്രം വ്യാജമെന്ന് പോലീസ്. 17-കാരിയുടെ പരാതി ഉണ്ടെന്ന മുഹമ്മദ് റോഷന്റെ വാദം അടിസ്ഥാനരഹിതം. FB പോസ്റ്റിട്ടത് പണം തട്ടാൻ. ആസൂത്രിത കെട്ടുകഥ തയ്യാറാക്കിയതിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിൽ പോലീസ്. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, ഈ അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ച് പോലീസ് എന്താണ് പറയുന്നത്? മറ്റു വിശദാംശങ്ങൾ. സൈഫു, അതായത് ഇപ്പോൾ ഇതുമായി ഈ കേസുമായി, അതായത് പാണക്കാട് സാദിഖലി തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന സംഭവത്തിലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് പോലീസ് പുറത്തുവിടുന്നത്. അതായത് ഈ ചിത്രം അത് ഈ പ്രതി തന്നെ ഇത്തരത്തിൽ പണം തട്ടാൻ വേണ്ടി വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ നേരത്തെ 17-കാരിയുടെ പരാതി ഉണ്ടെന്ന് മുഹമ്മദ് റോഷൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് അടിസ്ഥാനരഹിതമാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും ഈ റോഷൻ തന്നെയാണ്. റോഷന്റെ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. ആ ചിത്രങ്ങൾ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു. പണം തട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുഹമ്മദ് റോഷൻ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിരുന്നത്. അതേസമയം തന്നെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ വിയ്യൂർ ജയിലിലാണ് ഈ മുഹമ്മദ് റോഷൻ ഉള്ളത്. കാപ്പ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇത് ഇയാൾ തന്നെ കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ്, അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരി 31-നായിരുന്നു ഇത്തരത്തിൽ സാദിഖലി തങ്ങളുടെ ബന്ധുവിനെ വിളിച്ചു വരുത്തി പണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 15 കോടിയോളം രൂപ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയും ഈ മുഹമ്മദ് റോഷനെ പിടികൂടുകയും ചെയ്തിരുന്നു. അങ്ങനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വ്യാജമായി ഇയാൾ തന്നെ സ്വന്തം നിർമ്മിച്ചതാണ് എന്നുള്ളത്. അതേസമയം തന്നെ ഇതിന് പിന്നിൽ ഇയാൾക്ക് പല സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇയാൾ പിന്നിൽ ചില ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു വിവരം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനം കൂടി പോലീസിനുണ്ട്. ആ കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ ചിത്രം ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ജംഷീർ കൊടിഞ്ഞി, മലപ്പുറത്ത് നിന്ന്.